പക്ഷേ നിങ്ങൾ എനിക്കുണ്ടായിരുന്ന ശക്തി തിരികെ തരുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ചിന്തിച്ചുഴലേണ്ട ദിഗ്വിജയ, ഇവിടെ ക്ഷമയാണ് കാട്ടേണ്ടത്. നീണ്ട 24 വർഷം നീ നാഗമാണിക്യത്തിനായി നടത്തിയ പൂജകളാൽ നിന്നിൽ ഒരു ശക്തി സ്രോതസ് ഒളിഞ്ഞു കിടക്കുന്നു എന്നതാണ് സത്യം. അതിനെ ഉത്തേജിപ്പിച്ച് പുറത്തു കൊണ്ടുവരണം. ആ ശക്തിയെ നീ സ്വന്തമാക്കണം. ആ ശക്തി എന്റേതാകുന്നത് വരെ അവളെ എനിക്ക് ഒരിക്കലും എതിർക്കാൻ കഴിയില്ല. അവള് മഹാശക്തിയുള്ളവളാണ്. അവൾക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും അവസാന വിജയം നമ്മുടേതാണ്. ധൈര്യമായിരിക്കൂ. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? അവൻ ആരാണ്, എന്താണ് എന്നൊന്നും അറിയാതെ അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയാണോ? അവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ? ഞാൻ എന്റെ കാര്യം ആലോചിച്ചിരുന്ന എന്നെ ഇത്രയും വർഷം നോക്കി വളർത്തി വലുതാക്കിയ എന്റെ അമ്മാവനും അമ്മായും വെറുതെ കഷ്ടത്തിലാവുകയുള്ളൂ. ഇല്ല, എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവരെ രക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. അതെ, ഞാൻ അങ്ങോട്ടേക്ക് പോയേ പറ്റൂ. തൃശ്ശൂർ ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഇവിടുന്ന് പോയേ പറ്റൂ. അല്ലെങ്കിൽ അവൻ എന്നെ ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ല. എവിടേക്ക് പോന്നീ? എന്താ ശിവാനി നീ ഒന്നും മിണ്ടാത്ത? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? നീ എവിടേക്ക് പോവാ? അത് തൃശ്ശൂർ, നീ കാര്യം അറിഞ്ഞായിരുന്നോ? അതെന്താന്ന് പറയ്. എനിക്ക് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. ഈ സമയത്ത് നിനക്ക് എന്ത് ജോലിയാ? അത് എന്റെ നാട്ടിലൊരാളുണ്ട്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അവർക്കിപ്പോ എന്തോ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഒരു മിനിറ്റ്. നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കൊരു ആവശ്യം വരുമ്പോ അതെന്നെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ? നിന്റെ കൂടെ ഞാനും വരാം. വേറെ ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞ അവരെ കൊന്നു കളയുന്നല്ലേ അവൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഇവനോട് സത്യങ്ങളൊന്നും തുറന്നു പറയാനും കഴിയില്ല. നീ എന്താ ആലോചിച്ച് നിൽക്ക? വാ, നടക്ക് പോവാം. വേണ്ട വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം. ഞാൻ വന്നാലെന്താ കുഴപ്പം? നടക്ക്, ഞാനും കൂടെ വരാം. തൃശ്ശൂർ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്ക് ഒറ്റയ്ക്ക് പോണം അവിടെ. എന്റെ മുന്നിൽ വേറെ ഒരു വഴിയില്ലാതാ. ഞാൻ പോയിട്ട് വരാം. എന്താ ഏട്ടാ, ആരോ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ? ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. നടന്നേ പറ്റൂ. അതാണ് എന്റെ കപ്പാസിറ്റി. ഹലോ. ഹായ് ബേബി, എവിടെ എത്തി നീ? ഞാൻ ആ, നീ തന്നെ. വന്നോണ്ടിരിക്കാം, അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കാം. ഞാൻ ഒരാളെ സ്കെച്ചിട്ട് കഴിഞ്ഞാൽ ആ സർക്കിളിൽ അവര് തന്നെ വന്ന് വീഴുമെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ എന്റെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലിക്കാർക്കോ ഒരു വിശ്വാസവും ഇല്ല. അവരെ ഒന്ന് വിശ്വസിപ്പിക്കണമല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നിനക്ക് ഞാനൊരു വീഡിയോ കോൾ ചെയ്യാം. നീ അത് എടുക്ക്. അല്ല, അത് നിന്റെ അമ്മാവനും അമ്മായി ജീവനോട് വേണോ അതോ വേണ്ടേ? എന്നെ വിളിച്ചോളൂ, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ഇപ്പൊ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ദാറ്റ്സ് മൈ ഗുഡ് ഗേൾ. ഉമ്മ. അവള് വന്നോണ്ടിരിക്കുക. കൺഫേം ആയി. നോക്കടാ നീ.
ആഹാ, എന്താ സൗന്ദര്യം! ഇത്രയും ദിവസം ദിഗ്വിജയന്റെ മകന്റെ ഭാഗ്യമായിരുന്നു. ഇനി മുതൽ ആ ഭാഗ്യം ഞാനും അനുഭവിക്കാൻ പോവുക. ഇത് നടന്നതിന് ശേഷം എന്റെ ജീവൻ തന്നെ പോയാലും സാരമില്ല. അവളെ കണ്ട നാൾ മുതലുള്ള എന്റെ ഒരു ആഗ്രഹമാണ്, എന്ത് തന്നെ സംഭവിച്ചാലും എനിക്കവളെ വേണം. വേഗം വാ മോളെ, പാടി വാ. നിനക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 24 വർഷമായിട്ട് കാത്തിരിക്കുക. ഈ ദിവസം നീ എന്റെ സ്വന്തമാവും. വാ 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 വാ. വെയിറ്റിംഗ് വിഷകണ്ഠ, വെയിറ്റിംഗ്. ഇത്രയും നാൾ അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവളിപ്പോ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടപ്പോ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ എനിക്ക് ഇങ്ങനെ തോന്നുന്നു? ആ ദിവസം ശിവാനിയുടെ വയറ്റിൽ പാമ്പിനെ കണ്ടതിന് ശേഷം അവളോട് ദേഷ്യപ്പെട്ട് അവളോട് വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടു ഞാൻ. പിന്നെ എവിടെ നോക്കിയാലും ശിവാനിയെ കാണുന്ന പോലെ. ഇപ്പൊ ശൈലുവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ ശൈലുവിനെ മിസ് ചെയ്യുന്നുണ്ട്. ശൈലുവായിട്ട് ഞാൻ ഇത്രമാത്രം അടുക്കാൻ തുടങ്ങിയ. എന്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങള്, ദൈവഹിതം, ഇതെല്ലാം അവളെ എന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അവളെന്നോട് പോവാണെന്ന് പറഞ്ഞപ്പോ അതിനെ അനുവദിക്കാതെ അവളുടെ കൂടെ തന്നെ പോകേണ്ടതായിരുന്നു ഞാൻ. അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. ഇപ്പൊ അവളോട് പോവാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നെന്തിനാ? അങ്ങോട്ട് പോകണ്ടെന്നാണ് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന്. തെറ്റല്ല, ഒരിക്കലും തെറ്റാവില്ല. എന്റെ മനസ്സിന് ഇഷ്ടമായത് എന്റെ കയ്യിലെത്തുന്ന സമയത്ത് അത് ശരിയും തെറ്റുമെന്ന വേദാന്തം പറയുന്നതാണ് തെറ്റ്. ഗൂഢമായ എന്തോ ലക്ഷ്യമുള്ള ആളുടെ വലയില് ഞാനായിട്ട് പോയി വീഴാണല്ലോ. അവൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ പറയാറുന്നില്ലേ? എന്തായിരിക്കും അവന്റെ ഉദ്ദേശം? അതെല്ലാം പോട്ടെ, ആരാവൻ? ആരാണവളെന്നാണോ ചോദിക്കുന്നത്? എന്റെ മനസ്സമാധാനം കളഞ്ഞവൾ, എന്റെ ഉറക്കം എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയവൾ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത സൗന്ദര്യ ദേവതയാണവൾ. അവൾ വരും, ഉറപ്പായിട്ടും വരും. പിന്നീട് ഞാൻ എന്നെ തന്നെ മറന്ന്, പ്രപഞ്ചം തന്നെ മറന്ന് ഞങ്ങളുടെ ലോകത്തിങ്ങനെ ഒഴുകി നടക്കും. ഇതുവരെ ഞാൻ ചെയ്ത ഒരു കാര്യവും തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല. കാരണം അതെന്റെ കടമയാണെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ എന്തോ മനസാക്ഷി പറയുന്നു ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. താലി കെട്ടിയ ഭർത്താവിനോട് പോലും പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത് തെറ്റാണെന്ന് മനസ്സ് പറയുന്നു. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ് എന്റെ അമ്മാവനും അമ്മായിയും. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. അവന്റെ അരികിലെ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ രക്ഷിച്ചേക്കണേ ദൈവമേ. വന്നല്ലോ, വാ. ശൈലു, ശൈലു, ശൈലു. സൗന്ദര്യത്തിന്റെ ഖനിയാണ് നീ. നിന്നെ എനിക്കിഷ്ടമാണെന്ന കാരണം കൊണ്ട് ദേവതയാണ് നീ. ദേവതയേക്കാൾ സൗന്ദര്യമാണ് നിനക്ക്. വാ വാ. വേണ്ട ശൈലു, വേണ്ട ശൈലു, വേണ്ട
വേണ്ട, ഒന്നും ചെയ്യരുത്. ഞാൻ വന്നോളാം. ഓക്കെ ഓക്കെ, ഒന്നും ചെയ്യില്ല. വാ വാ വാ. എടാ ഞാൻ പറയുന്നത് വരെ ഒന്നും ചെയ്യല്ലേടാ. ആ വാ വാ. ആരാ നിങ്ങള്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ചീത്ത ഉദ്ദേശമാണെന്നാണ് നിനക്ക് തോന്നിയതെങ്കിൽ അത് നിന്റെ തെറ്റായ ചിന്താഗതിയാണ്. നല്ല ഉദ്ദേശമാണെന്ന് കരുതിക്കോ. ഞാൻ നിന്നെ ആദ്യമായിട്ട് ആ പോസ്റ്ററിൽ അങ്ങനെ കണ്ടപ്പോ നീ ഒരു അത്ഭുതമാണെന്ന് മനസ്സിലായി. അതേപോലെ ഇപ്പൊ നിന്നെ ഇങ്ങനെ കൺമുമ്പിൽ കാണുമ്പോ അത്യത്ഭുതമാണെന്ന് തോന്നുന്നു. നിന്റെ ഈ സൗന്ദര്യ രൂപം എന്നെ മത്തുപിടിപ്പിക്കുന്നു. ഒരു തവണ നിന്നെ കിട്ടിയാൽ എന്റെ ജീവിതം തന്നെ സൂപ്പറായിരിക്കും. നോക്ക്, എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ. എന്റെ അമ്മാവനെ അമ്മായിയും വെറുതെ വിട്ടേക്ക്. നീ ഇങ്ങോട്ട് വന്നുടനെ തന്നെ നിന്റെ അമ്മാവനെ അമ്മായിയും വിട്ടു തരണോ ഞാൻ? അവരെ നിന്റെ ഒപ്പം വിട്ടയക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ശൈലു, ഇവിടുന്ന് പോമോളെ. ഞങ്ങളുടെ പ്രാണം പോയാലും കുഴപ്പമില്ല, ജീവനെ കൊണ്ട് രക്ഷപ്പെടും മോളെ. ഞങ്ങളെ പറ്റി നീ ചിന്തിക്കണ്ട മോളെ, നീ പോയി വിടുന്നു. ഏയ് കൂൾ കൂൾ കൂൾ. ലക്ഷ്യം തെറ്റിയതല്ല, തെറ്റിച്ചതാ. ഇപ്പോ ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നുണ്ടോ അതോ റിയൽ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യണോ? വേണ്ട, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ബേബി ഇതാ പോ, എന്നിട്ട് ഈ ഡ്രസ് ഇട്ടോണ്ട് വാ. എന്തിന്? എന്തിനെന്നോ തീർത്തേക്കട്ടെ. ഹലോ, ഇതെന്റെ സ്ഥലം, എന്റെ ഇഷ്ടം, എന്റെ ടൈമാണ്. ഞാനാണ് ഡയറക്ടർ. ഞാൻ എന്ത് പറയുന്നോ അതുപോലെ അങ്ങ് ചെയ്താ മതി. നീ തെറ്റാ ചെയ്യുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിനക്ക് തെറ്റായിട്ട് തോന്നിയാൽ അതിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും എന്റെ വിഷയമേ അല്ല. നോക്ക്, ഞാൻ പറയുന്നത് കേക്ക്. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ചെന്നിട്ട് ആ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. നിന്നെ ഈ ഡ്രസ്സിൽ ഇതിലും സുന്ദരിയായി കാണണം. ഞാനെന്തിനാ പോയി ഡ്രസ് മാറുന്നേ? നീ ഇതിട്ടിട്ട് എന്റെ മുമ്പിൽ ഡാൻസ് കളിക്കണം. ഇല്ല, പറ്റില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. ബേബ്സ്, ഇത് അപ്ഡേറ്റഡ് ജനറേഷൻ. ഈ ഡാൻസ് കളിക്കാൻ അറിയാത്ത പെണ്ണുങ്ങളും കുടിക്കാൻ അറിയാത്ത ആണുങ്ങളും ശരിക്കും വേസ്റ്റുകളാ. നമുക്ക് രണ്ടാൾക്കും അപ്ഡേറ്റഡ് ആകാം. ചെന്നിട്ടിട്ട് വാ. പറ്റില്ല, ഞാൻ ചെയ്യില്ല. പറ്റില്ല? അയ്യോ, അവരെ വിട്ടേക്ക്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വെടിവെച്ചതാ, ഇനി റൈറ്റ് ഹാൻഡ് കൊണ്ട് വെടിവെക്കട്ടെ? വേണ്ട, അവരൊന്നും ചെയ്യരുത്. നീ പറയുന്നത് ഞാൻ കേട്ടോളാം, എല്ലാം ഞാൻ ചെയ്തോളാം. ഗണ്ണിനുള്ള വില നീ എനിക്ക് തന്നില്ലല്ലോ ഡാർലിംഗ്. വീണ്ടും എന്തിനാ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ഗണ്ണുകൊണ്ടുള്ള അഭ്യാസം ഇനിയും കാണണോ? ഒന്നും ആവില്ല. ഡോണ്ട് വറി. നീ പൊക്കോ ഡാർലിംഗ്. എന്തുപറ്റി തൃശൂൽ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തോ വല്ലാത്തൊരു ടെൻഷൻ അമ്മ. ഒരു സമാധാനം തോന്നില്ല എനിക്ക്. അതിനിപ്പോ എന്തുണ്ടായി? രാവിലെ നീ പറഞ്ഞു ശൈലുവിനെ താലി കിട്ടിയെന്ന്. ഇപ്പൊ നീ പറയുന്നു വല്ലാത്തൊരു ടെൻഷൻ എന്ന്. എന്താടാ ഇതെല്ലാം? ശിവാനി എവിടേക്ക് പോയോ എന്തോ. ശിവാനിയോ? അവള് ശിവാനി എന്ന് വിളിക്കണോ ശൈലു എന്ന് വിളിക്കണോ എന്ന് എനിക്കറിയില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ അടുത്തേക്ക് വന്നിട്ട് എങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞു. മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾക്ക് വേണ്ടപ്പെട്ട ആർക്കും എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞു. ഈ അസമയത്തോ? അതെ അമ്മേ, ഇപ്പൊ തന്നെ പോണെന്നും പറഞ്ഞു. നിനക്കെന്താ സമനില തെറ്റിയോടാ?
അവളെ നീ താലി കിട്ടി, അവള് ശിവാനിയാണ്, ഈ ചിന്തകളൊക്കെ ഒന്ന് മതിയാക്കുന്നുണ്ടോ? അവളും ഒരു പെണ്ണാണ്, അവളെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. അതൊക്കെ നീ മറന്നുപോയോ? ദൈവം ആണിന് പെണ്ണിനേക്കാളും ബലം കൊടുത്ത് സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാമോ? അവളെ കാത്തു സൂക്ഷിക്കേണ്ട കടമ അവളുടെ ആണിനുള്ളതാണ്. അവൾ ഈ സമയത്ത് നിന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയിന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? അവൾ എന്തോ പ്രതിസന്ധിയിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് തോന്നുന്നത് അവൾ എന്തോ പ്രശ്നത്തിലേക്കാ പോകുന്നേന്നാ. അവക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നീ വേണം അവളെ കാത്തുരക്ഷിക്കാൻ. ഒരു കാര്യം മാത്രം നീ ഓർത്തു വെക്കണം. പോണ വഴിയിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഈ പാപം പേറി ഇനിയുള്ള ജീവിതവും നീ കഴിയേണ്ടി വരും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. നീ തൽക്കാലം അവൾ എവിടെ പോയിന്ന് നോക്കി അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴി നോക്ക്. ശരി അമ്മേ. പെർഫെക്റ്റ്. ഇനി ഡാൻസ് കളിക്കാം. സോങ് റാ. നിന്റെ കണ്ണോട് കണ്ണിടയും ഇടിച്ചു വരുത്തിയല്ലേ മഹാദേവാ, കാലഭൈരവാ, നിന്റെ താണ്ഡവം തുടങ്ങിയല്ലേ മഹാദേവാ. സകല ദുഷ്ടരെയും കൊല്ലുവാനായിട്ട് അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണല്ലേ. അയ്യോ, പെണ്ണിനെ തൊടുന്ന ദേവന്മാരെ ഒന്നിനെയും വിടുന്നില്ല. പിന്നാണോ ഈ മനുഷ്യൻ ഏത് കണക്കിൽപ്പെടാനാണ്? നിന്റെ ഭക്തയുടെ പുറകെ നടക്കുന്ന ആ നാശകരണിയെ നരകത്തിന്റെ വാതിലിൽ എത്തിക്കാനാണ് അവളെ വിട്ടതല്ലേ. നിന്റെ ഭക്തയെ നിന്റെ ശക്തിയാൽ ആശീർവദിക്കുമ്പോൾ നിന്റെ അനുഗ്രഹത്താൽ അവൻ ഇന്ന് നരകയാതന അനുഭവിക്കുവാൻ സാധിക്കും. ഘോരാനുഭവങ്ങൾ കൊണ്ട് വലയും.